ധൂമേന ആവ്രിയത്തെ വന്നി. അഗ്നിയെ പുക മറിക്കും. ചിലപ്പോ അഗ്നി ഇങ്ങനെ കത്തുമ്പോ ചിലപ്പോ പുക മറിക്കും. പക്ഷേ ആ പുക പോക്കാൻ എന്ത് വേണം? പുകയെ തല്ലി ഓടിക്കൊന്നും വേണ്ട, പുകയോട് ശണ്ട കൂടുകയൊന്നും വേണ്ട. അഗ്നി തന്നെ നല്ലവണ്ണം ഊതിക്കൊടുത്ത് അഗ്നി നല്ലവണ്ണം ആളിക്കത്തിക്കഴിഞ്ഞാൽ പുക പോകും. അതേപോലെ അത് അല്പം ഈ വാസനകളുള്ളവര് ആ വാസനയിൽ അറ്റൻഷനേ ഇടേണ്ട ആവശ്യമില്ല. അത് അതിന്റെ പാട്ടിൽ ഇരിക്കട്ടെ. അറ്റൻഷൻ മുഴുവൻ ഈ ജ്ഞാനത്തിനെ പ്രബലപ്പെടുത്തുന്നതിൽ തിരിച്ചുകൊണ്ടേയിരിക്കണം. ആ ജ്ഞാനമാകുന്ന അഗ്നി ഉള്ളിൽ നല്ലവണ്ണം ജ്വലിച്ചു കഴിഞ്ഞാൽ സർവകർമാണി ഭസ്മസാത് കുരുത്തെ എന്നാണ്. എല്ലാ കർമ്മവാസനകളെയും അത് ഭസ്മമാക്കി തീർക്കും. അല്പമേ ഉള്ളുവെങ്കിൽ അതിനോട് ശണ്ട കൂടേണ്ട ആവശ്യമില്ല. ജ്ഞാനത്തിൽ ശ്രദ്ധ, ആത്മവിചാരത്തിൽ ശ്രദ്ധ, ആത്മസമാധി അഭ്യസിപ്പിക്കുന്നതിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടേയിരുന്നാൽ മതി. ആത്മധ്യാനം ചെയ്യുന്നതിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടേയിരുന്നാൽ മതി. സെക്കൻഡ് കാറ്റഗറി യഥാദർശോ മലയനച്ച, കണ്ണാടി പൊടി പറ്റിയിരിക്കാം. കുറച്ച് എഫേർട്ട് വേണം. ആദർശം കണ്ണാടിയിൽ പൊടി പറ്റിയിരിക്കുമ്പോ നമ്മളുടെ രൂപം ശരിക്കും അറിയില്ല. അപ്പൊ എന്ത് വേണം? കണ്ണാടി തുടയ്ക്കാം. അതേപോലെ കുറച്ച് ജപം, ധ്യാനം, സത്സംഗത്തിൽ നല്ല ആഴുന്ന പരിശ്രമം, വിചാരം, ഇതൊക്കെ വേണം. അതാണ് അല്പം ഒരു ശ്രമം. അഭ്യാസയോഗം, അഭ്യാസം ചെയ്യണം. അഭ്യാസേന തു കൗന്തേയ വൈരാഗ്യേണ ച ഗൃഹ്യത്തെ. മൂന്നാമത്തത് പറഞ്ഞ യഥോൽബേന ആവൃതോ ഗർഭ. ഉൽബം ഗർഭത്തിനെ ആവരണം ചെയ്തിരിക്കുന്ന പോലെ, കുട്ടി ഗർഭത്തിലിരിക്കുമ്പോ അതിനെ ആവരണം ചെയ്തിരിക്കുന്ന മറ പോലെ. അത് എപ്പോ മാറിക്കിട്ടും? കുട്ടി പ്രസവിച്ചാലേ ഉള്ളൂ അല്ലെ. അതിനു മുമ്പ് പുറത്തു കൊണ്ടുവന്ന വിഷമാണ്. ഗർഭം നേരത്തെ ശ്രവിച്ചാൽ ശരിയാവില്ല. അപ്പൊ യു ഹാവ് ടു വെയിറ്റ്. ചില ആളുകളെയൊക്കെ അതുകൊണ്ട് എന്ത് ചെയ്യാം? അവര് വെച്ചുകൊണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അവര് പക്വമാവാനായി കാത്തുകൊണ്ടിരിക്കണം. അവർക്ക് ഉപദേശിക്കാനും. അതിനു മുമ്പ് ഉപദേശിച്ചാൽ ഈ മൂന്ന് തരത്തിലുള്ള ആളുകൾ മൂന്ന് വിധത്തിലാണ് കേൾക്കുക. ഉത്ഭം ആവരണം ചെയ്ത പോലെയുള്ളവര് കേട്ടുകൊണ്ടേയിരിക്കും, ഉറങ്ങും. രണ്ടാമത്തെ കാറ്റഗറിയിലുള്ളവര് കേൾക്കും, അല്പം മനസ്സിലാക്കൽ, തെറ്റിദ്ധാരണ, ഡൗട്ട് ഒക്കെ ഉണ്ടാവും. അതൊക്കെ അവർക്ക് പതുക്കെ വിചാരം ചെയ്ത് നീക്കണം. ആദ്യത്തെ കാറ്റഗറിയിലുള്ളവർക്ക് ശ്രവണം ചെയ്യുന്തോറും അഗ്നി ജ്വലിക്കണ പോലെ ജ്ഞാനം ജ്വലിച്ചുകൊണ്ടിരിക്കും. പുക അടങ്ങണ പോലെ കാമകോപങ്ങളൊക്കെ തനിയെ പോയിക്കോളും. വലിയ സാധനയും അനുഷ്ഠാനങ്ങളും ഒന്നും വേണ്ട. സ്വരൂപശ്രദ്ധ തെളിയുന്തോറും ബാക്കിയുള്ളതൊക്കെ പോയിക്കോളും. മൂന്ന് കാറ്റഗറിയിലുള്ളവരെ നമുക്ക് ലോകത്തിൽ, സത്സംഗ ലോകത്തിൽ കാണാം. ഈ മൂന്നെണ്ണം പോലെ തന്നെ അടുത്തതും ഇതിന്റെ തന്നെ ഡെഫിനിഷനാണ്. നോക്കുക. ആവൃതം ജ്ഞാനമേതേന ജ്ഞാനിനോ നിത്യവൈരിണാം കാമരൂപേണ കൗന്തേയാം ദുഷ്പൂരേണാനലേന ച. ഈ കാമം എന്നുള്ളത് ജ്ഞാനത്തിനെ ആവരണം ചെയ്തിരിക്കുന്നു. ജ്ഞാനം എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. ജ്ഞാനമാണ് നമ്മളുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഞാനുണ്ട്, ഞാൻ എന്ന അനുഭവ രൂപത്തിൽ പ്രകാശിക്കണം. പക്ഷെ അത് ആവൃതം, സൂര്യനെ മേഘം വരയ്ക്കണ പോലെ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ട്? കാമരൂപേണ, ആഗ്രഹം, വാസനാ പടലം സ്വരൂപത്തിനെ മറച്ചിരിക്കുന്നു. എന്നാൽ ഈ ആഗ്രഹങ്ങളൊക്കെ പൂർത്തി ചെയ്ത് നീക്കാം എന്ന് വെച്ചാൽ ദുഷ്പൂരേണ, ദുഷ്പൂരമാണത്. ആഗ്രഹം ഒരിക്കലും പൂർത്തി ചെയ്ത് അവസാനിപ്പിക്കാനേ പറ്റില്ല. ആഗ്രഹം എന്താ? ഒരു സാധനം എന്താ? ആഗ്രഹം അല്പമേ ഉള്ളുവെങ്കിൽ നമുക്ക് വിജയിക്കുന്ന ഒരു സാധനമുണ്ട്. ആഗ്രഹം ഇറ്റ് ഈസ് ഓൺലി മിയർ തോട്ട്. അത് പൂർത്തി ചെയ്യണം എന്നുള്ള നിർബന്ധമില്ലെങ്കിൽ തന്നെ ആഗ്രഹം തനിയെ വീണു പോകും. അത് നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു സാധനം. ആഗ്രഹം ഇരുന്നോട്ടെ, ആഗ്രഹം വേണ്ടാന്നൊന്നും വെക്കണ്ട. പക്ഷെ ആഗ്രഹത്തിനെ പൂർത്തി ചെയ്യണം എന്നുള്ള നിർബന്ധം നമുക്കില്ലെങ്കിൽ തന്നെ നടന്നാൽ നടക്കട്ടെ, ഇല്ലെങ്കിൽ വേണ്ട എന്നാണെങ്കിൽ തന്നെ ആഗ്രഹത്തിന് ബലം കുറയും. എങ്ങനെയെങ്കിലും അതുമായിട്ടുള്ള സംബന്ധം വിട്ടാൽ മതി. ആഗ്രഹത്തിനെ മുഴുവൻ പൂർത്തി ചെയ്തിട്ട് ഞാൻ സ്വതന്ത്രമാവാം എന്ന് വെച്ചാൽ ദുഷ്പൂരം എന്നാണ്. അനലൻ, അനലൻ എന്ന് വെച്ചാൽ അഗ്നി എന്നർത്ഥം. ആ അഗ്നിക്ക് അനലൻ എന്നുള്ള പേര് വരാൻ കാരണം അലം എന്ന് വെച്ചാൽ മതി. അലം എന്ന് പറയേ ചെയ്യാത്തവനാണ് അനലൻ. അയാള് അഗ്നിയിൽ എത്ര ഒഴിച്ചാലും ഒരിക്കലും അഗ്നി മതി എന്ന് പറയില്ല.
എല്ലാം ഭക്ഷിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അനലൻ എന്ന് അഗ്നിക്ക് പേര്. അതേപോലെ ഈ ആഗ്രഹവും അനലനാണ്. എത്ര പൂർത്തി ചെയ്താലും പിന്നെയും ബാക്കി നിൽക്കും. എവിടെയെങ്കിലും തൃപ്തിയുള്ള ആളുകൾ ഉണ്ടോ നോക്കൂ, അന്വേഷിച്ചു നോക്കാം. കോടിക്കണക്കിന് സ്വത്തുള്ള ആളുകളെ പോയി ഒന്ന് കണ്ടു നോക്കൂ, തന്നെക്കാളും സ്വത്തുള്ളവരെ നോക്കിക്കൊണ്ടിരിക്കുവരും. വലിയ വലിയ പ്രസിദ്ധിയുള്ള ആളുകളെ സമാധാനം ഉണ്ടോന്ന് പോയി നോക്കൂ, അവരെക്കാളും പ്രസിദ്ധിയുള്ളവരെ നോക്കിക്കൊണ്ടിരിക്കുവര്. എന്തിലും അതെ, ലോകത്തിൽ നമുക്ക് ഒരിക്കലും ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കാനേ പറ്റില്ല. നമ്മള് മുമ്പിലിരിക്കുന്ന ആളുടെ പൃഷ്ഠം കണ്ടിട്ട് അയാൾ ഫസ്റ്റ് ബെഞ്ച് എന്ന് വിചാരിക്കുകയാണ്. അവിടെ പോയി ഇരുന്ന അടുത്ത പൃഷ്ഠം കാണും. കണ്ടുകൊണ്ടേയിരിക്കും. ഇത് ഒരിക്കലും ഈ ഫസ്റ്റ് പേഴ്സണെ കാണാൻ പോണില്ല നമ്മള്. അതാണ് അനലേനച്ച ദുഷ്പൂരേണ അനലേനച്ച എന്ന് പറയണത്. അതിന് അതോ എവിടെയാ ഒളിഞ്ഞിരിക്കണ ഈ ആഗ്രഹം? 3 സ്ഥലത്ത് ഒളിഞ്ഞിരിക്കണമെന്നാണ്. ഒരു ശത്രുവിനെ ആക്രമിക്കണമെങ്കിൽ പതുങ്ങിയിരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കണം. അത് ഭഗവാൻ പറയാണ് അടുത്ത ശ്ലോകം. ഇന്ദ്രിയാണി മനോബുദ്ധി അസ്യാധിഷ്ഠാനമുച്യതേ ഏതൈർവിമോഹയത്യേഷ ജ്ഞാനമാവൃത്യ ദേഹിനം. ഇന്ദ്രിയങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്നു, മനസ്സിൽ ഒളിഞ്ഞു കിടക്കുന്നു, ബുദ്ധിയിൽ ഒളിഞ്ഞു കിടക്കുന്നു. ബുദ്ധിയിൽ എങ്ങനെ ഒളിഞ്ഞു കിടക്കും? ബുദ്ധിയിലുള്ളത് ടാക്കിൾ ചെയ്തില്ലെങ്കിൽ ഇന്ദ്രിയവും മനസ്സും ശരിയാവുകയില്ല. ബുദ്ധിയിൽ ബേസിക് ആയിട്ട് എന്താ? ആദ്യ അജ്ഞാന രൂപത്തിൽ. അങ്ങനെയാണ് ഇന്ദ്രിയവും മനസ്സും ഒക്കെ ദുഷിക്കുന്നത്. ബുദ്ധിയിൽ ആദ്യമേ ധരിച്ചു ലോകകാര്യങ്ങളാണ് ശരി. പല വസ്തുക്കളിലും സുഖമുണ്ട്. അച്ഛൻ അമ്മ ഒക്കെ കുട്ടികളോട് സ്നേഹമുള്ളവരാണെങ്കിലും അച്ഛനമ്മമാരും ബന്ധുക്കളെയും പോലെ പലപ്പോഴും അധ്യാത്മലോകത്തിലേക്ക് വരുന്ന കുട്ടികൾക്ക് ശത്രുക്കൾ വേറെ ആരുമില്ല. എന്താന്ന് വെച്ചാൽ അവരും പാവം അജ്ഞാനത്തിലാണ് ഇരിക്കണത്. അതുകൊണ്ട് അവരെ കുട്ടികൾക്ക് അജ്ഞാനം ഊട്ടി തന്നെയാണ് വളർത്തുന്നത്. ഒരു பாட்டிக்கு நமஸ்காரம் பண்ணா பாட்டினா நீ ஞானத்தடை பக்தி வரட்டும்னு ஆசீர்வாதம் பண்ணுவா. ஏதாவது பாட்டி பண்ணுவேளோ? நீங்க யாராவது சொல்லுங்க. நிறைய பணம் சம்பாதிச்சு நன்னா இருக்கணும். அங்கே சஜஷன் கொடுத்தாச்சு குழந்தைக்கு. நிறைய பணம் சம்பாதிக்கிறது தான் பெருசுன்னு அந்த குழந்தைக்கு உள்ள விழுந்தாச்சு. എല്ലാം ലോകത്തിലെ ബന്ധുക്കൾ എല്ലാം സൊസൈറ്റിയുടെ സ്ട്രക്ചർ തന്നെ അങ്ങനെയാണല്ലോ. അപ്പൊ എല്ലാരും നമ്മളുടെ ഉള്ളിലേക്ക് വിടുന്നത് എന്താ? ബുദ്ധിയുടെ ഉള്ളിൽ ലോകത്തിലെ വിഷയങ്ങൾ, സുഖം, പല വസ്തുക്കളിൽ സുഖം, പല സാധനങ്ങൾ തിന്നുന്നതിലാണ് സുഖം. ദീപാവലിക്കൊക്കെ നോക്കൂ, എത്ര മെനക്കിടണു നമ്മള്. ഒന്നും തിന്നാൻ പറ്റണില്ല. എന്നാലും ഇത് കൊണ്ടുവന്ന് വെച്ചാൽ തിന്നണമെന്നും തോന്നും. ഇന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷവും വ്യവസ്ഥിതു. എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയണ ഞാനാണെങ്കിൽ തന്നെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചാൽ എടുത്ത് വായിലിടും. ഇന്ദ്രിയത്തിന് വിഷയത്തിനോടുള്ള സമ്പർക്കം. ഇതെന്ത് മെനക്കെട്ട് ഉണ്ടാക്കുന്നവർക്ക് ഡയബറ്റീസ്, വീട്ടിലുള്ളവർക്ക് ഡയബറ്റീസ്, എന്നിട്ടും ഉണ്ടാക്കണം. എന്താ 4 പേർക്ക് കൊടുക്കണം. ആ വരുന്നവർക്ക് ഇതേ കേസ് തന്നെ, എല്ലാവർക്കും ഇതേ കേസ് തന്നെ. ഇതിലെവിടെയെങ്കിലുമൊക്കെ രുചിയുണ്ടോ എന്ന് ആലോചിച്ചാൽ ഞാൻ കുറെ അനുഭവിച്ചിട്ടുണ്ട്. തനിയെ ഇരിക്കുന്ന കാലത്തൊക്കെ നല്ല വിശപ്പ്, തനിയെ പാചകം ചെയ്ത് കഴിക്കുക എന്ന് കുറച്ചുപേരായിട്ട് താമസിക്കുന്ന സമയത്തൊക്കെ ഒന്നും കഴിക്കാനില്ല. അല്പം ചോറ്, തൈര്, എന്തെങ്കിലും ഒരു പച്ചക്കറി, വെജിറ്റബിൾ വെച്ചാൽ അതിന്റെ ഒരു ടേസ്റ്റ്, വിശന്നിട്ട് ആഹാരം കഴിക്കുന്നതിന്റെ ഒരു രുചി ഈ ദീപാവലി പലഹാരം തിന്നുന്നതിലൊന്നുമില്ല. എന്നാലും നമ്മൾ മെനക്കണം, എന്നാലും നമ്മൾ ഇതൊക്കെ ചെയ്യും. ഇത് ബുദ്ധിയിലുള്ള അജ്ഞാനമാണ്. ബുദ്ധിയിലുള്ള അജ്ഞാനം എന്ത് പറയണോ? അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അതുണ്ടാക്കണം, ഇതുണ്ടാക്കണം. പാവം 1000 ഉറുപ്പിക ശമ്പളമുള്ള ആളായിരിക്കും. അടുത്ത വീട്ടില് മാസം ലക്ഷക്കണക്കിന് പൈസ ഉണ്ടാക്കണവരായിരിക്കും. അവര് പട്ടുസാരി വാങ്ങിക്കണ കണ്ട് ഈ അമ്മയ്ക്ക് ആഗ്രഹം. എന്ത് ചെയ്യും? ഈ ഭർത്താവ് എന്ത് ചെയ്യും? ബുദ്ധിയിലുള്ള അജ്ഞാനം. അജ്ഞാനത്തിന്റെ മൂലം എന്താ? ആ വസ്ത്രം ഉടുത്താൽ എന്തോ സംഭവിക്കാം. എന്ത് സംഭവിക്കും പറയൂ? എന്ത് സംഭവിക്കും? അത് ഉടുത്താൽ എന്ത് സംഭവിക്കും? സൗന്ദര്യം ഉള്ളവരാണെങ്കിൽ എങ്ങനെ ഇട്ടാലും സൗന്ദര്യമായിരിക്കും. സൗന്ദര്യം ഇല്ലാത്തവർ എന്ത് തേച്ചാലും വെളുക്കാൻ തേച്ചത് പാണ്ട എന്നുള്ള മതി. എങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് എന്ത് വേണം? ഇനി സൗന്ദര്യം ഉണ്ടെങ്കിൽ എന്താ, സൗന്ദര്യം ഇല്ലെങ്കിൽ എന്താ, ഏത് വഴിക്ക് വേണം? അങ്ങനെ ചിന്തിച്ചാലും മിണ്ടാതിരിക്കാം. എന്തോ വിധത്തില് വെറുതെ ഒരു അജ്ഞാനം.
രജോ ഗുണ സമുദ്ഭവ. ഇതിന് വിനോബാ ഭാവേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ശരി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ശരി, വിനോബാ ഭാവയുടെ വ്യാഖ്യാനം പറയാം. ട്രഡീഷനാണെന്നും മതമാണെന്നും ആചാരമാണെന്നും ഒക്കെ പേരില് രജോ ഗുണത്തിന് അദ്ദേഹം വ്യാഖ്യാനം പറയാണ്. സമുദ്രത്തിനുള്ളിൽ പോയി കുറെ കുപ്പ പെറുക്കി കൊണ്ടുവന്ന് അതിന് മുത്ത് എന്ന് പേര്, മണ്ണിന്റെ ഉള്ളിൽ നിന്ന് കുറെ കുപ്പ കൊഴിച്ചെടുത്തിട്ട് സ്വർണം എന്ന് പേര്, അതിനെ വിളക്കി ഉരുക്കി വട്ടത്തിലും നീളത്തിലും ആക്കി മൂക്കിലൊരു ഓട്ട ചെവിയിലൊരു ഓട്ട ഒക്കെ തുളച്ച് അവിടെ അവിടെ തൂക്കിയിടുക. എന്നിട്ട് ഇതിനൊക്കെ ആഭരണം എന്ന് പേര്. അതിന്റെ പേരിൽ വെട്ടുക കുത്തുക ശണ്ട കൂടുക. ഇതാണ് രജോ ഗുണം. ബുദ്ധിയിലുള്ള അജ്ഞാനമാണ്. അതിട്ടാൽ സൗന്ദര്യം വർദ്ധിക്കും എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. നമ്മളുടെ സൗന്ദര്യ ബോധമാണത്. ചൈനയിലൊക്കെ സൗന്ദര്യത്തിന് അവർ സ്ത്രീകൾക്ക് ഒരു പ്രത്യേക, കുട്ടിയാവുമ്പോ മുതൽ കാല് വലുതായാൽ സ്ത്രീകൾക്ക് സൗന്ദര്യം ഇല്ല എന്നുള്ളതല്ലാത്രേ. സ്ത്രീകൾ വീട്ടിൽ നിന്ന് ഓടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രേ ചെയ്യണത്. ചെറിയ ചെരുപ്പ് ഇട്ടിട്ടിട്ടിട്ട് ചൈനക്കാർ പാവം, അവർക്ക് നടക്കാനേ പറ്റില്ല. സ്ത്രീകൾക്ക്, പഴയ സ്ത്രീകൾക്ക് നടക്കാനേ പറ്റില്ല. സൗന്ദര്യം കാലിത്ര ആവാൻ വേണ്ടിയിട്ട് ചെരുപ്പിട്ട് അതിനുള്ളിൽ തിരികെ വെച്ച് ചെറിയ കാലാക്കി കാല്. രജോ ഗുണ സമുദ്ഭവം. അജ്ഞാനമാണ് ബുദ്ധിയിലെ. നാച്ചുറലായിട്ട് ഇപ്പൊ പക്ഷികൾ, കുരുവികളൊക്കെ മൂക്കുത്തിയും ചെവിയിൽ ഇതുമൊക്കെ ഇട്ടിട്ടാണ് നടക്കണത്. അവരുടെ സൗന്ദര്യം നമുക്ക് ആർക്കെങ്കിലും വരുമോ? കഴുത്തിൽ പണ്ടം ഇട്ടുകൊണ്ട് നടക്കണ്ടോ? ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് നടക്കണ്ടോ കുരുവികൾ പൗഡർ. ഇപ്പൊ പഴയ കാലത്തുകാരൻ മാത്രം പറഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും. കുരുവികൾ ഇന്നത്തെ ആളുകളെ പോലെ ഈ വേഷമൊക്കെ കെട്ടിക്കൊണ്ട് നടക്കും. ഇതൊക്കെ വേണമെന്ന് ആര് പറഞ്ഞു? ഇത്ര പണം കൊടുത്ത് ഡ്രസ്സ് വാങ്ങിക്കണം, 1000 ഡ്രസ്സ് വാങ്ങിക്കണം, പല വിധത്തിലുള്ള അലങ്കാര വസ്തുക്കൾ. അപ്പോ ഓരോരുത്തര് വേഷം കെട്ടിയിട്ട് പുറത്തിറങ്ങി അവരുടെ വിചാരം എല്ലാരും അവരെ നോക്കിക്കൊണ്ടിരിക്കണമെന്നാ. ആളുകൾക്ക് വേറെ പണി ഇഷ്ടം പോലെ കിടക്കണോ? നമ്മൾ വിചാരിക്കുക എല്ലാരും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കും. അതിനൊരു അരമണിക്കൂർ കണ്ണാടിയുടെ മുമ്പിലിരുന്ന് ചായം തേച്ച് പെയിന്റ് അടിച്ച് വേഷം കെട്ടി ഒരു ലിമിറ്റ് വരെ വേണം. ഒരു മംഗളമായിട്ട് ഇരിക്കണം, അത്രയേ വേണ്ടൂ. അത് പോയിട്ട് അഭിമാനവും അഹങ്കാരവും ആവാൻ പാടില്ല. മംഗളമായിട്ടിരിക്കണം. മംഗളം എന്ന് വെച്ചാൽ സമൂഹത്തിൽ അംഗീകരിച്ച ഒരു സ്റ്റാൻഡേർഡിന് വേണം. അതിൽ കൂടുതൽ നമ്മളുടെ ആഗ്രഹം പൂർത്തിക്കായിക്കൊണ്ടാവുമ്പോ അപകടമായിട്ട് തീരും. ഒരു അംഗീകരിച്ച ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, അതിൽ നിന്നോട്ടെ. അത് വേണ്ടെന്ന് പറയണില്ല. അജ്ഞാനവും ഒരു ലിമിറ്റ് വരെ നമ്മൾ അംഗീകരിച്ചു വെക്കണം. അതിനനുസരിച്ച് നമ്മള് വ്യവഹാരത്തിന് വേണ്ട വസ്തുക്കളൊക്കെ ഉപയോഗിച്ചാൽ കുഴപ്പമില്ല. അപ്പോ രജോ ഗുണ സമുദ്ഭവ, ആഗ്രഹത്തിന്റെ ഒക്കെ മൂലം രജോ ഗുണമാണ്. അപ്പൊ ഈ ആഗ്രഹം ഇന്ദ്രിയങ്ങളിൽ നിൽക്കണു, മനസ്സിൽ നിൽക്കണു, ബുദ്ധിയിൽ നിൽക്കണു. ബുദ്ധിയിൽ ഇങ്ങനെ അജ്ഞാന രൂപത്തിൽ നിൽക്കും. അജ്ഞാന രൂപത്തിൽ നിന്നു കഴിഞ്ഞാൽ എന്താ? ഇന്ദ്രിയങ്ങളിൽ ചേഷ്ടിക്കും, മനസ്സിൽ സങ്കല്പിക്കും. അത് കിട്ടിയാൽ എത്ര നന്നായിരിക്കും, അത് ധരിച്ചാൽ എത്ര നന്നായിരിക്കും, അതെനിക്ക് കിട്ടിയാൽ എത്ര സൗന്ദര്യമായിട്ടിരിക്കും, അല്ലെങ്കിൽ എത്ര സുഖം. വെറും ഭ്രമമാണ്. അത് കിട്ടിക്കഴിയുമ്പോ പിന്നെ അതിലില്ലാതെ മനസ്സിലാവും. ഈ മരുമരീച്ചിക എന്നതാണ് പറയണത്. ഓടിപ്പോവും. അവിടെ വെള്ളം ഉണ്ടെന്ന് വന്നിട്ട് ഭൂമിയിൽ, മരുഭൂമിയിൽ അവിടെ പോകുമ്പോ വെള്ളമില്ല. എല്ലാ വസ്തുക്കളും ഇതാണ്. പുതിയൊരു നെക്ലസ് കിട്ടിയാൽ നന്നായിരിക്കും, വാങ്ങിയിട്ടാ ഒന്നും ഒരു വ്യത്യാസവും ഇല്ല. അതേപോലെ തന്നെ നമ്മൾ ഇരിക്കണം. ഒരു പ്രത്യേക സുഖമോ പ്രത്യേകമായിട്ടൊന്നുമില്ല. വെറും ഒരു ഫാൻസി ഇമാജിനേഷൻ. മനസ്സിൽ അതിനെ കുറെ കാലം ഭാവന ചെയ്തു, അതിലൊരു സുഖം. ബുദ്ധി അതിൽ സുഖം ഉണ്ടെന്ന് വെറുതെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു. എന്നിട്ട് ഇന്ദ്രിയങ്ങൾ ചേഷ്ടിച്ചു. അതേപോലെ തന്നെ ഈ ജിലേബി, മൈസൂർപ്പ, ലഡ്ഡു ഒക്കെ. ആ ജിലേബി നോക്കൂ, ഒന്നും എവിടെ തുടങ്ങണോ എവിടെ അവസാനിക്കണമെന്നേ അറിയില്ല. എത്ര മെനക്കെട്, എല്ലാവരെ കൊണ്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അത് നീളത്തിൽ ഉണ്ടാക്കിയാലും വായിലിട്ടാൽ അതേ രുചി തന്നെയാണ്. പക്ഷെ അത് ഇങ്ങനെ ഉണ്ടാക്കണം. എന്താന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് പറയണു അങ്ങനെ ആയാലേ ജിലേബി ആവുള്ളൂ എന്നാണ്. എന്നാ അത് അതേപടി അത് അങ്ങനെ വായിലിടാനൊന്നും പോണില്ല. അത് കുഴകുഴാന്ന് വായിലിടുമ്പോഴേക്കും ഒക്കെ കുഴകുഴായി പോയി പോവും. അത് ഇത്ര നീളത്തിൽ കുച്ചിയായിട്ടുണ്ട് ഉണ്ടാക്കിനാൽ ജിലേബിയാത്ത ഇറക്കപ്പുറത്ത്. ആനാ അത് ഇവിടെ ഏതോ പണി. അത് എന്നാ തിന്നപ്പെടാതെ കയ്യിലേ വെച്ചോണ്ടിരിക്കണം. എന്നാ അത് അഴക് പാത്തണ്ട് ഇരിക്കണം.
அது எத்தனை கஷ்டமா இருக்கும் அதை உண்டாக்கணும்னா. அது புத்தி சொல்றது அப்படி இருந்தா தான் ஜிலேபி ஆச்சு. அப்புறம் அது இமேஜினேஷன் வேற. வாயில போட்டுல ஆச்சு, ടേസ്റ്റ് എല്ലാം പോയച്ച്. ഈ ഓരോ വസ്തുക്കളിലും ഇങ്ങനെയാണ്. നമുക്ക് എല്ലാ സകല വസ്തുക്കളിലും ഇതേപോലെയാണ്. ആ രുചി ആരംഭത്തിൽ ബുദ്ധിയില് അജ്ഞാനം, ഇന്ദ്രിയങ്ങളിൽ ചേഷ്ട, മനസ്സിൽ സങ്കല്പം. ഈ മൂന്ന് രൂപത്തിലും ആഗ്രഹം നമ്മളിൽ ഇരുന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു. ഏതൈർ വിമോഹയത്യേഷ ജ്ഞാനമാവൃത്യ ദേഹിനം. അടുത്ത ശ്ലോകം. തസ്മാത് ത്വമിന്ദ്രിയാണ്യാദൗ നിയമ്യ ഭരതർഷഭ പാപ്മാനം പ്രജഹ്യേനം ജ്ഞാനവിജ്ഞാനനാശനം. അതുകൊണ്ട് തസ്മാത്, ഭഗവാൻ എല്ലാത്തിലും ആ തസ്മാത് അവിടെ കൊണ്ടുവരും. അതുകൊണ്ട് ഹേ ഭരതർഷഭ, ഭരതവംശത്തിൽ ജനിച്ച ഋഷഭനെ, ശ്രേഷ്ഠനെ എന്നൊരർത്ഥം. ഋഷഭയോഗീശ്വരനെ ഓർത്തോളൂ എന്ന് വേണമെങ്കിൽ ഭഗവാൻ പറയുന്നതായിട്ടും കൂട്ടിക്കൊള്ളുക. തന്നെ പോലെ ഒരു രാജവംശത്തിൽ ജനിച്ച ആളാണ് ഋഷഭയോഗീശ്വരൻ. ആ ഋഷഭന്റെ പുത്രൻ ആണ് ഭരതൻ. ആ ഭരതന്റെ വംശത്തിൽ ജനിച്ച ആളാണല്ലോ നീ. അതുകൊണ്ട് ഹേ ഭരത ഋഷഭ, ഇന്ദ്രിയാണി ആദൗ നിയമ്യ, ആദിയിൽ ഇന്ദ്രിയങ്ങളിൽ തൊട്ട് തുടങ്ങുക. നിയമ്യ, കൺട്രോൾ, നിയമനം ചെയ്ത്, എന്നുവെച്ചാൽ രാഗദ്വേഷമില്ലാതെ വിഷയങ്ങളെ അനുഭവിക്കലാണ് നിയമനം. നല്ലവണ്ണം ഓർത്തോളണം. രാഗദ്വേഷ വിയുക്തസ്തു വിഷയാൻ ഇന്ദ്രിയേശ്വരൻ. അതായത് അനുഭവിക്കാന്ന് വെച്ചാൽ നമുക്ക് പ്രകൃത്യാ കിട്ടിയിട്ടുള്ള പ്രാരബ്ധവശാൽ നമ്മളുടെ മുമ്പിലുള്ള സുഖമായാലും ദുഃഖമായാലും അതിൽ ഒരു പറ്റിക്കൂടലും ഇല്ലാതെ അത് അനുഭവിക്കണു എന്ന് പോലും അറിയാതെ അത് കടന്നു പോട്ടെ. എന്നാൽ വാസനകളൊക്കെ ക്ഷയിക്കും. അതിൽ രുചിച്ചു നിന്നാൽ വാസന നിൽക്കും. അത് ഇനിയും വേണമെന്ന് ആഗ്രഹിച്ചാൽ വാസന നിൽക്കും. അത് വരാൻ പാടില്ല നിർബന്ധം പിടിച്ചാൽ വാസന നിൽക്കും. ഈ മൂന്നുകൊണ്ടും വാസന നിൽക്കും. എനിക്ക് അത് കുടുങ്ങരുത്, അതിൽ വരാൻ പാടില്ല നിർബന്ധം പിടിച്ചാൽ വാസന നിൽക്കും. അത് ഇനിയും കിട്ടണം എന്ന് വിചാരിച്ചാൽ വാസന നിൽക്കും. ഇതെന്നെ വിട്ടുപോകണമെന്ന് വിചാരിച്ചാൽ വാസന നിൽക്കും. അറിയുകയേ ചെയ്യാതെ രുചിച്ചേ നിൽക്കാതെ നമ്മളെ വിട്ടുപോവുകയാണെങ്കിൽ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ക്രമേണ വന്നു പോകും. അതാണ് നിയമനം ഇവിടെ. അങ്ങനെ തസ്മാത്, അതുകൊണ്ട് ഇന്ദ്രിയാണി, ഇന്ദ്രിയങ്ങളെ നിയമ്യ ഭരതർഷഭ, നിയമനം ചെയ്ത് പാപമാനം പ്രജഹി, പാപകർത്താവായ ഈ കാമത്തിനെ, അഹങ്കാരത്തിനെ പ്രജഹി എന്നുവെച്ചാൽ വധിക്കൂ, നീക്കം ചെയ്യൂ. ഈ കാമം എന്തു ചെയ്യുന്നു? ജ്ഞാനവിജ്ഞാന നാശനം. ബുദ്ധിയിലുള്ള തെളിച്ചത്തിനെയും ഇല്ലാതാക്കും, ബുദ്ധിക്ക് പുറകുള്ള സ്വരൂപത്തിന്റെ അനുഭവത്തിനെയും മറച്ചു കളയും. അതാണ് ജ്ഞാനവിജ്ഞാന നാശനം. ജ്ഞാനം എന്ന് വെച്ചാൽ ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇതൊക്കെ ജ്ഞാനമാണ്. ഭഗവാന്റെ ഡെഫിനിഷൻ ജ്ഞാനവിജ്ഞാന യോഗം 7ാമത്തെ അധ്യായത്തിൽ ഭൂമിരാപോനലോ വായു കമ്പനോ ബുദ്ധിരേവച്ച് അഹങ്കാര ഇതീയമ്മേ ഭിന്നാ പ്രകൃതിരഷ്ടത. ആ അഷ്ടതാ പ്രകൃതി ജ്ഞാനവും അപരേമിതസ്ത്വന്യാം പ്രകൃതിം വിദ്ധിമേ പരാം, ഞാനുണ്ട് എന്നുള്ള അനുഭവം വിജ്ഞാനവുമാണ്. അതാണ് ജ്ഞാനവിജ്ഞാന യോഗം. അപ്പൊ ജ്ഞാനവിജ്ഞാനങ്ങളെ നശിപ്പിക്കുന്ന വെച്ചാൽ ഈ കാമം ഉള്ളിൽ കടന്നാൽ ശരീരത്തിൽ രോഗമായിട്ടും പല വിഷയങ്ങളായിട്ടും, മനസ്സിൽ സങ്കല്പ വികല്പം ശാന്തിയില്ലായ്മയായിട്ടും, ബുദ്ധിയിൽ തെളിച്ചമില്ലായ്മയായിട്ടും, അഹങ്കാര രൂപത്തിലും കാണപ്പെടും. അതേസമയം വിജ്ഞാനസ്വരൂപമായി നമ്മളുടെ ഉള്ളിൽ അഹം സ്ഫൂർത്തിയായി ഞാൻ 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 എന്നുള്ള സ്ഫൂർത്തിയായിട്ട് നിൽക്കുന്നതിനെ മറച്ചും കളയും. അതുകൊണ്ടാണ് എത്ര തന്നെ ആത്മവിചാരത്തിനെ പറഞ്ഞാലും അതെങ്ങനെ ഞാൻ ആരും വിചാരം ചെയ്യും, അത് എവിടെ വിചാരം ചെയ്യും, എങ്ങനെയും ചോദിച്ചുകൊണ്ടിരിക്കണം. എന്താന്ന് വെച്ചാൽ അത് പിടിയേ കിട്ടണില്ല. ജ്ഞാനവിജ്ഞാന നാശം എങ്ങനെ അത് ആ സ്വരൂപത്തിലേക്ക് പോകും? അതാണ് അടുത്ത ശ്ലോകം ഭഗവാൻ പറയണത്. ഇന്ദ്രിയാണി പരാണ്യാഹൂ ഇന്ദ്രിയേഭ്യഃ പരം മനഃ മനസസ്തു പരാ ബുദ്ധിഃ യോ ബുദ്ധേഃ പരതസ്തു സഹ. ഇന്ദ്രിയങ്ങളെക്കാളും ഇന്ദ്രിയങ്ങൾ തന്നെ സൂക്ഷ്മങ്ങളാണ്. ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് ഈ കണ്ണ് ചെവിയൊന്നും അല്ല.
ഇന്ദ്രിയങ്ങളൊക്കെ സൂക്ഷ്മങ്ങളായി ഉള്ളിലിരിക്കുന്നു. ഇന്ദ്രിയങ്ങളൊക്കെ എവിടെയാ അടങ്ങിക്കിടക്കുന്നത്? മനസ്സിലാണ്. ഇന്ദ്രിയങ്ങളുടെ ഒന്നും സഹായമില്ലാതെ തന്നെ സ്വപ്ന സമയത്ത് മനസ്സ് കാണുന്നു, മനസ്സ് കേൾക്കുന്നു, മനസ്സ് രുചിക്കുന്നു, മനസ്സ് സ്പർശിക്കുന്നു. അല്ലെ? സ്വപ്നത്തിൽ കണ്ണൊന്നും ഇല്ലാതെ തന്നെ കാണുന്നു, ചെവിയില്ലാതെ തന്നെ കേൾക്കുന്നു, മൂക്കില്ലാതെ തന്നെ മണക്കുന്നു, നാവില്ലാതെ തന്നെ രുചിക്കുന്നു. അപ്പൊ ഇന്ദ്രിയങ്ങളൊക്കെ തന്നെ സൂക്ഷ്മരൂപത്തിൽ മനസ്സിലുണ്ട്. ആദ്യം ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്യുക. ഇന്ദ്രിയേഭ്യ പരം മനഃ. മനസ്സ് ഇന്ദ്രിയങ്ങളെക്കാളും സൂക്ഷ്മമാണ്. മനസ്സസ്തു പരാബുദ്ധി. മനസ്സില് നിശ്ചയാത്മികമായ ശക്തിയാണ് ബുദ്ധി. ഇന്നത് ചെയ്യാം, ഇന്നത് ചെയ്യാൻ പാടില്ല എന്നുള്ള അധ്യവസായമാണ് ബുദ്ധി. ആ ബുദ്ധിക്കും സാക്ഷിയായ ഏതൊരു ഉണർവ്, അവബോധമുണ്ടോ അവനാണ് അവൻ. യോ ബുദ്ധേഹേ പരതഃ. ആ ഒരു ബുദ്ധിക്കും സാക്ഷിയോ തു അവനാകട്ടെ സഹ. അവൻ ഈശ്വരനാണ്, ഭഗവാനാണ്, പരമാത്മാവാണ്. യോ ബുദ്ധേഹേ പരതഃ തു സഹ. ഏതൊരുത്തൻ ബുദ്ധിക്ക് അപ്പുറത്ത് കാണപ്പെടുന്നു എന്ന് വെച്ചാൽ ബുദ്ധി മനസ്സൊക്കെ ലയിച്ച സുഷുപ്തി അവസ്ഥയിലും ഏതൊരുത്തനുണ്ടോ, ഏതൊരുത്തൻ ബുദ്ധിക്കും പ്രകാശം കൊടുത്തുകൊണ്ടുള്ള അവബോധമായിട്ടിരിക്കുന്നു, അവനെ നീ ആത്മാവെന്നറിയൂ. അങ്ങനെ അറിഞ്ഞിട്ട് എന്ത് പ്രയോജനം? അടുത്ത ശ്ലോകം. ഏവം ബുദ്ധേഃ പരം ബുദ്ധ്വാ സംസ്തഭ്യാത്മാനമാത്മനാം ജഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസദം. വാചം യച്ഛ മനോ യച്ഛ പ്രാണാൻ യച്ഛ ഇന്ദ്രിയാണി ച ആത്മാനമാത്മനാ യച്ഛ ന ഭൂയഃ കൽപ്പസേ ധ്വനേ. ഭാഗവതത്തിൽ ഭഗവാൻ പറയണതാണ്, വാക്കിനെ അടക്കൂ, മനസ്സിനെ അടക്കൂ, പ്രാണനെ അടക്കൂ, ഇന്ദ്രിയങ്ങളെ അടക്കൂ, ആത്മാവിനെ ആത്മാവ് കൊണ്ട് അടക്കൂ എന്നാണെന്ന് വെച്ചാൽ സ്വരൂപത്തിൽ സ്വരൂപമായി ഇരിക്കൂ. അങ്ങനെയാണെങ്കിൽ വീണ്ടും നിനക്ക് ജനിക്കേണ്ടി വരില്ല എന്നാണ്, വീണ്ടും ഈ ചക്രത്തിൽ ചുറ്റേണ്ടി വരില്ല. അതാണ് ഭഗവാൻ പറയണത്. ഏവം ഇങ്ങനെ ബുദ്ധിക്ക് അപ്പുറത്തൊരു തത്വമുണ്ട് എന്നറിഞ്ഞ്, എന്നുവെച്ചാൽ ബുദ്ധി, മനസ്സ്, ശരീരം, അഹങ്കാരം ഒക്കെ തന്നെ കണ്ടീഷണലാണ്. അതൊക്കെ പ്രകൃതിയുടെ കയ്യിലാണ്. അതുകൊണ്ട് അതൊന്നും നമ്മളുടെ സ്വാതന്ത്ര്യത്തിലില്ല. നമ്മളുടെ സ്വാതന്ത്ര്യത്തിൽ ഒരേ ഒരു തത്വമേ ഉള്ളൂ, ഞാനുണ്ട്, ഞാനുണ്ട്, ഞാൻ എന്നുള്ള അവബോധം. ആ ഉണർവിനെ, അവബോധത്തിനെ അറിഞ്ഞ് ഏവം ബുദ്ധേഹേ പരം ബുദ്ധ്വാ സംസ്തഭ്യാത്മാനമാത്മന, അതിൽ താനായി തന്റെ സ്വരൂപത്തിൽ ഇരുന്ന്, അങ്ങനെ ഇരുന്നാൽ എന്താവും? ജഹിശത്രും മഹാബാഹോ കാമരൂപം ദുരാസം. ഈ ആഗ്രഹം, മനസ്സ്, അഹങ്കാരം എന്നൊക്കെ പറയണത് നമ്മളത് നോക്കുമ്പോഴേ അതുള്ളൂ. നമ്മൾ നോക്കാതെ നോക്കലിനെ സ്വരൂപത്തിൽ ഇരുത്തിയാൽ അത് ഡിസപ്പിയർ ആവും. ജ്ഞാനം കൊണ്ട് മാത്രമേ ഇതൊക്കെ പോവുകയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അടക്കി വെക്കാം, അത്രേ ഉള്ളൂ. വെളിച്ചം വന്നാലേ ഇരുട്ട് പോകും. അല്ലാതെ ഇരുട്ടിൽ പോവാൻ ഒരു വടിയൊക്കെ കൊടുത്തിട്ട് തട്ടാതെ പതുക്കെ നോക്കി പോവുക, അതൊന്നും ശരിയാവില്ല. അതൊക്കെ തൽക്കാലത്തിന്. വെളിച്ചമില്ലെങ്കിൽ ഒരു വടി എടുത്തിട്ട് ഇങ്ങനെ തൊട്ടോ പിടിച്ചൊക്കെ പോവാം. അതുപോലെയാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ. ജ്ഞാനം വന്നാൽ വെളിച്ചം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓടിപ്പോവാം, ഒരു തടസ്സവുമില്ല. ആ ജ്ഞാനം എന്താണ്? നമ്മളുടെ സ്വരൂപമാണ്, വിജ്ഞാനമാണത്. അത് ഞാനുണ്ട് എന്നുള്ള അനുഭവം ബുദ്ധിക്കും അപ്പുറത്ത് നിൽക്കുന്നു. ഇന്ദ്രിയത്തിനേക്കാളും സൂക്ഷ്മം മനസ്സ്, മനസ്സിനേക്കാളും സൂക്ഷ്മം ബുദ്ധി, ബുദ്ധിയുടെ സൂക്ഷ്മ മണ്ഡലത്തിനും അപ്പുറത്ത് നിശ്ചലമായ ബോധം. അത് പൂർണ്ണ വസ്തുവാണ്. അത് സർവഥാ സ്വതന്ത്രമാണ്. അത് സർവഥാ നിത്യമാണത്. അത് ശുദ്ധമാണ്, നിരഞ്ജനമാണ്. അവിടെ പോയി നമ്മൾ നമ്മളുടെ അധിഷ്ഠാനം വെച്ചാൽ, അവിടെ പോയി വീട് പണിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട് നഷ്ടപ്പെട്ടു പോവുകയില്ല. ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും ഒക്കെ നമ്മളുടെ വീട് പണിഞ്ഞാൽ ശരീരം പോകുമ്പോൾ അതൊക്കെ പോയി പോകും. സ്വരൂപത്തിലാണ് നമ്മളുടെ ഗൃഹമെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകില്ല. സ്വരൂപത്തിലാണ് നമ്മളുടെ ധനമെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകില്ല. ആ സ്വരൂപ ശ്രദ്ധയെ ഭഗവാൻ സൂചിപ്പിച്ച് അടുത്ത അധ്യായത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ കർമ്മയോഗത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? സ്വരൂപനിഷ്ഠ.
എല്ലാ യോഗത്തിനും അതാണ്. അതിനെ ഭഗവാൻ ഇവിടെ കാണിച്ചു. കർമ്മയോഗത്തിന്റെ അവസാനത്തിൽ സ്വരൂപത്തിൽ ഇരിക്കണം. സ്വരൂപത്തിൽ ഇരുന്നു കൊണ്ട് ശരീരം പ്രവർത്തിക്കട്ടെ. അതാണ് കർമ്മയോഗം. ഓം തത്സദിതി ശ്രീമദ് ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ കർമ്മയോഗോ നാമ തൃതീയോധ്യായഃ. ശ്രീ പരമാത്മനേ നമഃ. ഇങ്ങനെ കർമ്മയോഗം എന്നുള്ള ഈ 3ാമത്തെ അധ്യായം പൂർത്തിയായി. കർമ്മം യോഗം എന്ന് വെച്ചാൽ തന്നെ എന്താണ്? പൂർണ്ണസ്ഥിതി. എപ്പോ പൂർണ്ണസ്ഥിതി ഉണ്ടാകും? ഞാൻ കർത്താവാണ് എന്ന് ഉദിച്ചിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ പൂർണ്ണ പുരുഷരാണ്. ആ കർത്തൃത്വമില്ലാത്ത സ്ഥിതിയാണ് പൂർണ്ണസ്ഥിതി. അഹങ്കാരരഹിതമായ സ്ഥിതിക്ക് പേരാണ് സമാധി. തത്വാത്മബോധയേവൈഹ സർവാശാതൃണപാവകഃ പ്രോക്ത സമാധി ശബ്ദേന നതു തൂഷ്ണീമവസ്ഥിതി. യോഗവാസിഷ്ഠത്തിലുള്ള ശ്ലോകമാണ്. തത്വാത്മബോധത്തിന് പേരാണ് സമാധി എന്നാണ്. പ്രോക്ത സമാധി ശബ്ദേന, അല്ലാതെ കാഷ്ടം പോലെ ജഡം പോലെ ഇരിക്കുന്ന സ്ഥിതിയല്ല. നതു തൂഷ്ണീം അവസ്ഥിതി. ആ തത്വാത്മബോധം എന്ത് ചെയ്യുന്നു? ഞാൻ കർത്താവാണ് എന്നുള്ള അഹങ്കാരത്തിനെ നിശേഷമില്ലാതാക്കുന്നു. അഹങ്കാരമാവുന്ന ഗ്രഹം നമ്മളെ വിട്ടുപോയാൽ അഹങ്കാരഗ്രഹാൻ മുക്ത സ്വരൂപമുപപദ്യതേ ചന്ദ്രവദ് വിമല പൂർണ്ണ സദാനന്ദ സ്വയം പ്രഭ. അഹങ്കാരമാവുന്ന ഗ്രഹം വിട്ടുപോയാൽ ചന്ദ്രൻ പോലെ വിമലമായി ഹൃദയം പ്രകാശിക്കും. സ്വയം പ്രഭമായിരിക്കും ഹൃദയത്തിൽ. ആ സ്വയം പ്രഭമായ സത്യവസ്തു നമ്മളുടെ ഒക്കെ ഉള്ളിൽ അന്തരംഗത്തിൽ ഭഗവാൻ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ഭഗവാൻ, ആ പരമേശ്വരൻ, ആ ശ്രീഹരി നമുക്കൊക്കെ സിദ്ധിക്കട്ടെ, സിദ്ധിച്ചിരിക്കണു എന്നുള്ള ആ കൺവിക്ഷൻ നമുക്ക് വേണം. ഉറപ്പ് നമുക്ക് വേണം. ആ ഉറപ്പോടുകൂടെ ഈ കഴിഞ്ഞ അധ്യായങ്ങളെ വീണ്ടും വീണ്ടും പാരായണം ചെയ്യാം. അടുത്ത വർഷം അടുത്ത അധ്യായം നമ്മൾ തുടങ്ങുമ്പോഴേക്കും ഈ അധ്യായങ്ങളുടെ എസൻസ് നമ്മളുടെ ഉള്ളിൽ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ശ്രവണം തന്നെ നമുക്ക് സമാധി, ശ്രവണം തന്നെ നമുക്ക് ധ്യാനം, ശ്രവണം തന്നെ നമുക്ക് ഭഗവത് അനുഭവം. ക്രമേണ നമ്മൾ തന്നെ ശ്രവണം നമ്മളുടെ ഉള്ളിൽ തന്നെ ശ്രവണം ചെയ്യാൻ തുടങ്ങും. പുറമേക്കുള്ള ആശ്രയമില്ലെങ്കിൽ പോലും അകമേക്ക് ശ്രവണം ചെയ്യാൻ കഴിയും. അതിന് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ 7 ദിവസം അത്രയധികം ശ്രദ്ധയോടുകൂടെ അധ്യാത്മദാഹത്തോടുകൂടെ വന്നിരുന്ന് നിങ്ങൾക്കൊക്കെ ആ അധ്യാത്മദാഹം തന്നെ നിങ്ങളെ രക്ഷിച്ചിരിക്കും. അല്ലെങ്കിൽ രാവിലെ ആവട്ടെ വൈകുന്നേരം ആവട്ടെ, രാവിലെയും 100 പേര് വന്നിരിക്കുന്നുണ്ട്. രാവിലെയും വൈകുന്നേരവും ഇത്ര ശ്രദ്ധയോടുകൂടെ പലതരത്തിലുള്ള ആളുകൾ, ഒരു ഗ്രൂപ്പ് മാത്രമല്ല അനേക വിധത്തിലുള്ള ആളുകൾ വന്നിരുന്ന് ഈ ഗീതാമൃതത്തിനെ നമ്മൾ കുടിച്ചിരിക്കും. ഇത് നിങ്ങളെയൊക്കെ ശക്തിപ്പെടുത്തി പുഷ്ടിപ്പെടുത്തി ഭഗവത് അനുഭവത്തിനെ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളെ ഭഗവാന്റെ പാദത്തിൽ അർപ്പിക്കുകയാണ്. അടുത്ത വർഷം വീണ്ടും കാണാം. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം.